MLAക്കുമുണ്ട് പറയാൻ. ഷെക്കേന ന്യൂസിന്റെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. MLAക്കുമുണ്ട് പറയാൻ. ഷെക്കേന ന്യൂസിന്റെ പ്രത്യേക പരിപാടി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലാണ്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ MLA സേവ്യർ ചിറ്റിലപ്പിള്ളിയാണ്. അദ്ദേഹം മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും നമുക്ക് MLAയിൽ നിന്നും അറിയാം. ഞാൻ കഴിഞ്ഞ 5 കൊല്ലക്കാലം വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൻ്റെ MLA എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും മുന്നോട്ട് പോകുന്നതിനും വേണ്ടി കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ, അതിൻ്റെ ഭാഗമായി 1279 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്ത നിലയിൽ ഈ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആയിട്ടുണ്ട്. വടക്കാഞ്ചേരിയുടെ ടൂറിസം രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ ഏകദേശം 20 കോടി രൂപയാണ് ടൂറിസം രംഗത്ത് മാത്രം ഈ മണ്ഡലത്തിൻ്റെ അകത്ത് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത ഫണ്ടുകൾ നമുക്ക് അനുവദിക്കാൻ വേണ്ടി ആയത്. ഓരോ പ്രവൃത്തിയും വ്യത്യസ്ത സ്റ്റേജിലാണ്. ഇപ്പോൾ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വാഴാനി ഡാം, പേരേപ്പാറ ഡാം, ചാത്തഞ്ചിറ, തൂമാനം വെള്ളച്ചാട്ടം, പൂമല ഡാം, ചെപ്പാറ, പട്ടായി വെള്ളച്ചാട്ടം, പത്താഴക്കുണ്ട് ഡാം, മിനി ഊട്ടി, വെലങ്ങൻകുന്ന്, കോൾപ്പടവുകൾ, ഇങ്ങനെ സമഗ്രമായ സാധ്യതകളാണ് വടക്കാഞ്ചേരിയിലെ ടൂറിസം രംഗത്തുള്ളത്. വടക്കാഞ്ചേരിക്ക് ഒരു ടൂറിസം കോറിഡോർ എന്ന ആശയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനപ്രതിനിധിയായാൽ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും, മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ വാഴാനിയിലെ മ്യൂസിക്കൽ ഫൗണ്ടൻ 6 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 65% പൂർത്തിയായിരിക്കുകയാണ്. ഇനി കുറച്ച് പ്രവൃത്തികൾ കൂടി ആയാൽ ഒരുപക്ഷെ കേരളത്തിൽ മൾട്ടിമീഡിയ ഷോയോട് കൂടിയുള്ള മ്യൂസിക്കൽ ഫൗണ്ടൻ രൂപപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ പൂമലയിൽ പാർക്ക്, ഹട്ട്, അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹാള്, ഇങ്ങനെയെല്ലാമായി അവിടുത്തെ ബോട്ടിംഗ് സംവിധാനങ്ങൾ, അതിൻ്റെ ബോട്ട് ജെട്ടി രൂപപ്പെടുത്തലൊക്കെയായി 3,85,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു 80% അവിടെ പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊന്ന് വെലങ്ങൻകുന്നാണ്. അപ്പോൾ വെലങ്ങൻകുന്നിൽ നമുക്കറിയാം, തൃശ്ശൂർ പട്ടണത്തിൻ്റെ തന്നെ ഓക്സിജൻ കലവറ എന്നറിയപ്പെടുന്ന വെലങ്ങൻകുന്നിൽ 3,45,00,000 രൂപയുടെ പദ്ധതി, അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാനിരിക്കുകയാണ്. ഒരു വാച്ച് ടവറും അതുപോലെ തന്നെ സെമിനാർ ഹാൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ്. സഞ്ചാരിക്ക് അല്ലെങ്കിൽ സമയം ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് രാവിലെ ആരംഭിച്ചാൽ വൈകുന്നേരം വരെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലൂടെ തന്നെ സഞ്ചരിച്ചാൽ ടൂറിസം സാധ്യതകൾ, അപ്പോൾ ആ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശങ്ങളിലെല്ലാമുള്ള സാധാരണ ജനങ്ങൾക്ക് വ്യത്യസ്തമായ ജോലി സാധ്യത, അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉതകുന്ന സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും. ഒരു മലയോര ഗ്രാമം എന്ന നിലയ്ക്ക് പൂമലയും അതുപോലെ തന്നെ വട്ടായിയും അപ്പുറത്ത് വാഴാനിയുമൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു സാധ്യത, ആ സാധ്യതയെ വിപുലപ്പെടുത്താൻ സഹായകരമായ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ കൂടി സജീവമായ പങ്കാളിത്തം രൂപപ്പെടുത്തുക, അതിൻ്റെ ഭാഗമായി വികസന സാധ്യതകളിലെ ടൂറിസം സാധ്യതകളെ ശക്തിപ്പെടുത്തുക എന്ന പ്രവർത്തനം കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും തുക നമുക്ക് പ്രവർത്തനത്തിനായി ലഭിച്ചു എന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ച, അത് പൂർത്തിയാക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നത് ഈ 5 കൊല്ലക്കാലം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. വടക്കാഞ്ചേരിയിലെ റോഡ്, അതുപോലെ തന്നെ പാലങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തികളാണ്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ 117 കോടി രൂപയുടെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തിലെ PWD റോഡുകളിൽ 80% വരുന്ന PWD റോഡുകളും BMNBC നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. എല്ലാ റോഡും വീതി കൂട്ടാൻ വേണ്ടി ഭൂമി ഏറ്റെടുക്കുക അപ്രായോഗികമാണ്. എന്നാൽ ആ റോഡുകളിലെല്ലാമുള്ള PWD പുറമ്പോക്കുകളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് റോഡുകളെ പരമാവധി അതിൻ്റെ സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്ന ഒരു പൊതു രീതിയാണ് കഴിഞ്ഞ 5 കൊല്ലക്കാലം നിർവഹിച്ചത്. വടക്കാഞ്ചേരി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ PWD പാലങ്ങൾ, ഇപ്പോൾ കോളങ്ങാട്ടുകര പാലം, അത് 6 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ തോളൂരിലെ പാലം, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. വടക്കാഞ്ചേരിയിൽ
ഉള്ള ഗതാഗത കുരുക്ക് പൂർണ്ണമായി പരിഹാരമായില്ലെങ്കിൽ പോലും ഓട്ടുപാറയിലെ പഴയ ഇരുമ്പ് പാലം പൊളിച്ച് പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ശാസ്താവിൻ്റെ അവിടെയുള്ള പാലം അത് പുതുക്കി പണിയുന്നതിന് വേണ്ടിയുള്ള ഭരണാനുമതി അത് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ PWD എന്ന രീതിയിൽ ഈ നിയോജക മണ്ഡലത്തിലുള്ള പുതുക്കി പണിയേണ്ട എല്ലാ പാലങ്ങൾക്കും നമുക്ക് ഫണ്ട് അനുവദിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒരെണ്ണം പൂർത്തിയാക്കി, രണ്ടെണ്ണം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നത് ഈ ഘട്ടത്തിൽ നിർവഹിക്കേണ്ട മറ്റൊരു ചുമതലയാണ്. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വികസന പ്രശ്നങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ലെങ്കിൽ പോലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കാനായിട്ടുണ്ട്. ഇനി അവിടേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, മനുഷ്യവിഭവശേഷി, അതുമായി ബന്ധപ്പെട്ടതിൻ്റെ പൂർത്തീകരണം അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഈ 5 കൊല്ലക്കാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി. ഇപ്പോൾ അവിടെ 2 MRI സ്കാൻ, ഇപ്പോൾ ചെസ്റ്റ് ആശുപത്രിയിൽ പിന്നെ 6.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഒരു MRI സ്കാൻ അവിടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ 10 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ MRI സ്കാൻ യന്ത്രം നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനകത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. രോഗിയോടൊപ്പം എത്തുന്നവർക്ക് കൂടി സഹായകരമായ രീതിയിൽ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള തുടർച്ചയായ ഇടപെടലുകൾ അത് വീണ്ടും തുടരും എന്നതാണ് മറ്റൊന്ന് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ദന്തൽ കോളേജിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി 30 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടന്നു വരുന്നത്. കീമോഡേ കെയർ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി 5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നു വരുന്നത്, പൂർത്തിയാക്കേണ്ടതുണ്ട്. നഴ്സിംഗ് കോളേജിൽ മൾട്ടിപർപ്പസ് ഹാൾ 6 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്, അത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ കഴിഞ്ഞ 5 കൊല്ലക്കാലം ആരംഭിച്ച പദ്ധതികളുടെ പൂർത്തീകരണം അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമവും ഇടപെടലും അനിവാര്യമാണ്. വടക്കാഞ്ചേരിയിലെ ഒരു ജില്ലാ ആശുപത്രിയും ഓരോ പഞ്ചായത്തിലുമുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ഇവയുടെ പൊതുവായ വികസനത്തിനു വേണ്ടി നിരവധി പദ്ധതികൾ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ ആശുപത്രികൾക്കും കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി തുക അനുവദിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിക്കകത്ത് കെട്ടിട നിർമ്മാണം വിവിധ സ്റ്റേജിൽ നിൽക്കുന്നു. എല്ലാ വിദ്യാലയങ്ങളിലും ഇപ്പോൾ അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കെട്ടിട നിർമ്മാണങ്ങൾ നടന്നു വരികയാണ്. 34 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 കൊല്ലത്തിൽ നമുക്ക് അനുമതി ലഭിച്ച് വ്യത്യസ്ത സ്റ്റേജുകളിലായി നിൽക്കുന്നത്. ചിലത് പൂർത്തിയായിട്ടുണ്ട്. മറ്റൊന്ന് 4 മേൽപ്പാലങ്ങൾക്കാണ് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ നമുക്ക് അനുമതി വാങ്ങിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ അതിലൊന്ന് തിരൂരിൽ നിന്ന് ആട്ടൂരിലേക്ക് പോകുന്ന വേലുക്കുട്ടി ഗേറ്റ് എന്നാണ് അതിൻ്റെ പേര്. റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. അവിടെ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ശ്രമകരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് മേൽപ്പാലത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 21 കോടി രൂപയുടെ സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിലെ അമലയ്ക്കടുത്തുള്ള മേൽപ്പാലം, അപ്പോൾ അമല ROB അവിടെ അത് ഡബിൾ ലൈനാണ്. അത് നമുക്ക് 2 വരിപ്പാത ഒഴിവാക്കി 4 വരിപ്പാതയാക്കണം. അപ്പോൾ ഒരു മേൽപ്പാലം കൂടി വേണം. അതിനുവേണ്ടി കിഫ്ബിയിൽ നിന്ന് 7.5 കോടി രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് കിഫ്ബിയുടെ അംഗീകാരം കൂടി ലഭിക്കുന്നതോടുകൂടി സമാന്തര മേൽപ്പാലം രൂപപ്പെടുത്താൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. അടുത്ത 5 കൊല്ലക്കാലത്തിനിടയിൽ അമല ROBയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കിഫ്ബി തുടരുക എന്നുള്ളത്. മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം ഇപ്പോൾ റെയിൽവേ അത് കേരയിൽ കോർപ്പറേഷനെ ഏൽപ്പിച്ചാൽ ആ നിർമ്മാണ പ്രവർത്തനം തുടരാം എന്ന് ഏറ്റിട്ടുണ്ട്. വടക്കാഞ്ചേരി ബൈപ്പാസ് കൂടി ചേരുമ്പോൾ വടക്കാഞ്ചേരി ബൈപ്പാസിലും ഒരു ROB അനിവാര്യമാണ്. അപ്പം 4 റെയിൽവേ മേൽപ്പാലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത സ്റ്റേജിൽ നിൽക്കുന്നു. ഒരു റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പം അതിനെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അടുത്ത 5 കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കും എന്നതാണ് പറയാനുള്ളത്. വടക്കാഞ്ചേരിയിലെ
ഗതാഗത പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റേറ്റ് ഹൈവേ എന്നുള്ള രീതിയിൽ തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിൽ വടക്കാഞ്ചേരി ഓട്ടുപാറ മേഖലയ്ക്കകത്തുള്ള ഗതാഗത പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊരു പരിഹാരം വടക്കാഞ്ചേരി ബൈപ്പാസ് മാത്രമാണ്. കരുതക്കാട്ടിൽ നിന്ന് ആരംഭിച്ച് 5-5.5 കിലോമീറ്റർ ദൂരം അകമലയിൽ ചെന്ന് കയറുന്ന ബൈപ്പാസ്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ആ ബൈപ്പാസ് ഒരു കിഫ്ബി പ്രൊജക്റ്റാണ്. പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം കിഫ്ബി അതിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി 14 കോടി രൂപയുടെ ഭരണാനുമതി നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. FS ഫിനാൻഷ്യൽ സാങ്ഷനാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്നും ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി കല്ലിടാൻ ആവശ്യമായ പ്രവർത്തനത്തിന് KRFB അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. ഇപ്പോൾ അതിൻ്റെ എഗ്രിമെൻ്റ് സ്റ്റേജിലാണ്. അതും കിഫ്ബി പദ്ധതികളുടെ തുടർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ വടക്കാഞ്ചേരി ബൈപ്പാസ് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ തുടരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടുപാറ ജംഗ്ഷൻ പാലവും ഈ ജംഗ്ഷൻ വികസനവും ചേർത്ത് ഓട്ടുപാറ മുതൽ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ വരെയുള്ള ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ രീതിയിൽ ഉള്ള ഇടപെടലുകൾ ഇപ്പോൾ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന ആ പ്രവർത്തനം തുടങ്ങി വച്ചത് പൂർത്തിയാക്കുക എന്നത് ഇതിൻ്റെ ഭാഗമായി നിർവഹിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം. വടക്കാഞ്ചേരിയിലെ കായിക മേഖലയാണ്. പ്രത്യേകിച്ച് ഗ്രൗണ്ടുകൾ, ഇൻഡോർ സ്റ്റേഡിയങ്ങൾ, ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറയുന്ന പ്രവർത്തനം. നമ്മുടെ കൈപ്പറമ്പ് പഞ്ചായത്തിലെ നേരത്തെ സ്പോർട്സ് കൗൺസിൽ ഉണ്ടാക്കിയ ഇൻഡോർ സ്റ്റേഡിയത്തിന് മാപ്പിൾ വുഡ് വിരിച്ച് അവിടെ ഇപ്പോൾ തുടർച്ചയായി ഒരു ബാഡ്മിൻ്റൺ കോർട്ട് എന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മണാലൂര് ഇൻഡോർ സ്റ്റേഡിയം അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി 1,45,00,000 രൂപയുടെ പ്രവൃത്തി അതിൻ്റെ പുരോഗതിയിലാണ്. മൾട്ടി പർപ്പസ് സ്പോർട്സ് ഹാളുകൾ ഗ്രൗണ്ടുകളിലെല്ലാം തന്നെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കായിക രംഗത്തുള്ള സാധ്യതകളെ വികസിപ്പിക്കാൻ വേണ്ടി തുടങ്ങി വച്ചവ പൂർത്തിയാക്കുകയും 1ാം ഘട്ട പ്രവൃത്തി നടന്ന ഗ്രൗണ്ടുകളിൽ 2ാം ഘട്ട പ്രവൃത്തികൾ ഏറ്റെടുക്കുക, അതുവഴി കൂടുതൽ കായിക രംഗത്തെ സാധ്യതകൾ വികസിപ്പിക്കുക എന്ന പ്രവർത്തനം തുടരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. ഇപ്പോൾ MLA എന്ന രീതിയിൽ തുടങ്ങി വെച്ചൊരു പ്രൊജക്റ്റ് ഗ്രൗണ്ടുകളിലെല്ലാം തന്നെ സ്വാഭാവികമായ വെളിച്ചം എന്നൊരു പദ്ധതിയാണ്. ഏത് സമയവും ഗ്രൗണ്ടിലേക്ക് വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ള സ്റ്റേഡിയം മാർച്ച് ലൈറ്റാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂർ കുറ്റിപ്പുറം റൂട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വികസന പ്രശ്നമായിരുന്നു മുണ്ടൂര് മുതൽ പുറ്റേക്കര വരെയുള്ള 4 വരിപ്പാതയാക്കൽ. നമുക്കറിയാം, മുണ്ടൂര് വരെയും കൈപ്പറമ്പ് മുതൽ അങ്ങോട്ടും 4 വരിപ്പാത നിലവിലുണ്ട്. എന്നാൽ ഈ ഒരു 2 കിലോമീറ്റർ ദൂരം, അതായത് മുണ്ടൂര് മുതൽ പുറ്റേക്കര വരെ 4 വരിപ്പാതയല്ല. സ്വാഭാവികമായും അതിനെ കുപ്പിക്കഴുത്ത് എന്നാണ് ജനങ്ങളാകെ വിളിച്ചു വന്നിരുന്നത്. അപ്പോൾ ഈ മുണ്ടൂര് കുപ്പിക്കഴുത്ത് പരിഹാരമാകണം എന്നുണ്ടെങ്കിൽ 2 ഭാഗത്തുനിന്നും ഭൂമി ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുത്തിട്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കും. കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ഇടപെടലിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ട് ആ മുണ്ടൂര് കുപ്പിക്കഴുത്തിന് പരിഹാരമായി അവിടെ ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിച്ചു. അവർക്കെല്ലാം തന്നെ പണം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റെടുത്ത ഭൂമിയെ റോഡായി വികസിപ്പിക്കുക എന്ന് പറയുന്ന പ്രവർത്തനമാണ് ഇനി ബാക്കി നിൽക്കുന്നത്, പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. 1074 പട്ടയമാണ് കഴിഞ്ഞ 5 കൊല്ലം വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കൊടുത്തത്. തെലുങ്കർ ജനവിഭാഗം കൂട്ടമായി താമസിച്ചിരുന്ന പ്രദേശത്ത് 41 പേർക്ക് കഴിഞ്ഞ 45 കൊല്ലമായി പട്ടയം ലഭിക്കാതിരുന്ന പട്ടയമാണ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. നേരത്തെ ഗവൺമെൻറ് നടപ്പാക്കിയ പട്ടയ മിഷൻ്റെ ഭാഗമായി പട്ടയം കൊടുക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ച ഈ ഘട്ടത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. വ്യാവസായിക രംഗത്ത് ഒട്ടേറെ പ്രത്യേകതകളുള്ളൊരു മണ്ഡലമാണ്. വ്യത്യസ്തമായ വ്യവസായ എസ്റ്റേറ്റുകളും പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെയുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ഇവയുടെ എല്ലാം തന്നെ സമഗ്രമായ മുന്നേറ്റത്തിന് വേണ്ടി പിന്നെ വ്യവസായ എസ്റ്റേറ്റുകൾക്ക് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഊർജ പ്രശ്നം പരിഹരിക്കാൻ 2 33 kV സബ്സ്റ്റേഷനുകളാണ് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന്, വ്യവസായ മുന്നേറ്റം സാധ്യമാകണമെങ്കിൽ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പശ്ചാത്തല സൗകര്യം കൂടി വികസിക്കണം. ഇവിടേക്കെല്ലാം ഉള്ള എല്ലാ റോഡുകളും VMNBC നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ കോളങ്ങാട്ടുകര പാലം ഉൾപ്പെടെയുള്ള ഇതിൻ്റെ പൊതുവായ
ചരക്ക് നീക്കത്തിന് സഹായകരമായ അന്തരീക്ഷം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ല് എന്ന് പറയുന്ന വിരിപ്പാക്ക മില്ല് അത് തുറന്ന് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. നിർത്തിപ്പോയ കെൽട്രോണിൻ്റെ ഭൂമി ഏറ്റെടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് ഒരു വികസന സംരംഭം കോമൺ ഫെസിലിറ്റി സെൻറ്റർ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രൊജക്റ്റ് അംഗീകാരമായിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരേണ്ടതായിട്ടുണ്ട്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടൂറിസം സാധ്യതകൾ, അതിൻ്റെ വ്യവസായ രംഗത്തെ സാധ്യതകൾ, ആരോഗ്യരംഗത്ത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, പശ്ചാത്തല രംഗത്ത് പാലങ്ങൾ, മേൽപ്പാലങ്ങൾ, റോഡുകൾ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൽ, കാർഷിക മേഖലയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. വടക്കാഞ്ചേരിയുടെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ മലയോരത്തു നിന്ന് ആരംഭിച്ച് കോൾപ്പടവുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. വാഴാനി മച്ചാട് മലയിൽ നിന്ന് തുടങ്ങി കോൾപ്പടവുകളിൽ സമുദ്രനിരപ്പിൻ്റെ താഴെയുള്ള കോൾപ്പടവുകൾ കൂടി ചേർന്നതാണ് ഈ മണ്ഡലം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കാർഷിക രീതിയും വ്യത്യസ്തമാണ്. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ 44 പെട്ടിയും പറയും എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുക്കി വിടുന്നതിനും വെള്ളം പമ്പ് ചെയ്യുന്നതിനും വേണ്ടി കോൾപ്പടവുകളിൽ ഉപയോഗിച്ചിരുന്ന പെട്ടിയും പറ ഒഴിവാക്കി സബ്മേഴ്സിബിൾ പമ്പ് സെറ്റ് 44 എണ്ണമാണ് ഈ മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളിലായിട്ടുള്ള കോൾപ്പടവുകളിൽ ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം നൽകാൻ കഴിഞ്ഞത്. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം കാർഷിക രംഗം, മലയോര മേഖലയിലെ കാർഷിക രംഗവും അപ്പുറത്ത് കോൾപ്പടവുകളിലെ കാർഷിക രംഗവും ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം, ഇങ്ങനെ വൈവിധ്യമാർന്ന, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പട്ടണത്തിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമീണ സ്വഭാവമുള്ള എന്നാൽ വ്യാവസായിക രംഗത്തും ടൂറിസം രംഗത്തൊക്കെ സാധ്യതകളുള്ള ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ നേരത്തെ അടിത്തറയിട്ട പദ്ധതികളെയാകെ മുന്നോട്ട് കൊണ്ടുപോവുകയും പുതിയ സാധ്യതകൾ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് തുടർന്നുള്ള വർഷങ്ങളിൽ ഏറ്റെടുക്കാനുള്ളത്. തീർച്ചയായും ആ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഉറപ്പു നൽകുകയാണ്. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടതായ ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. തീർച്ചയായും ആ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം ഉണ്ടാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഈ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വികസന സാധ്യതകൾ, അതായത് വികസനത്തിന് എന്തൊക്കെ ഇനി വേണ്ടത്? ആദ്യം ഇവിടെ വേണ്ടത് ഈ റോഡ് ബ്ലോക്ക് ഒഴിവാക്കലാണ്. അപ്പോൾ ഞാൻ ചേലക്കരയിൽ നിന്ന് തൃശ്ശൂർക്ക് വരുമ്പോൾ ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റ് എടുക്കുന്നുണ്ട്. ശരിക്കും 35 കിലോമീറ്റർ കവർ ചെയ്യാൻ 50 മിനിറ്റ് മതി. എന്നാൽ ഓട്ടുപാറ മുതൽ വടക്കാഞ്ചേരി റെയിൽവേ വരെ ഏകദേശം 20 മിനിറ്റ് എടുക്കുന്നുണ്ട്. ഇതിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെയുള്ള പാർക്കിങ്, അതുപോലെ ഓട്ടുപാറ സ്റ്റാൻഡിലുള്ള വാഹനങ്ങളുടെ കൺട്രോളിങ്, ഇതൊന്നും പ്രശ്നം കൊണ്ടാണ് ഇവിടെ ഇത്ര ബ്ലോക്ക്. പിന്നെ ഇവിടെ ഫയർഫോഴ്സിന് ഓഫീസ് ഉണ്ടെങ്കിലും ഒരു വണ്ടിയൊക്കെ ഉള്ളൂ, ഫയർഫോഴ്സിൻ്റെ വണ്ടി. ഒരു തീപിടുത്തമുണ്ടായാൽ വടക്കാഞ്ചേരി അതുപോലെ എരുമപ്പെട്ടി ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ ഒരു വണ്ടിയുള്ളൂ, പിന്നെ ഒരു ചെറിയ വണ്ടിയാണുള്ളത്. ഇപ്പോൾ ചേലക്കര തന്നെ തീപിടുത്തമുണ്ടായാൽ ഷൊർണൂരിൽ നിന്നും വടക്കാഞ്ചേരിയിൽ നിന്നും വണ്ടി എത്തിയിട്ട് വേണം തീ അണയ്ക്കാൻ. അതൊരു കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ ശരിക്കും ഫുട്പാത്തിൽ കുറേ സ്ലാബുകൾ പൊട്ടിക്കിടപ്പുണ്ട്. ഇതിൽ ഓരോരുത്തർ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ആ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ സ്ലാബ് ഉണ്ടാവും, പക്ഷേ ചില സ്ഥലങ്ങളിൽ വിട്ടുപോയിണ്ടാവും. അപ്പോൾ അറിയാതെ നടന്നു പോകുന്നവർ അതിലിടയിൽ വീഴും. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് വികസനങ്ങൾ ആവശ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് കട്ട വിരിച്ച ഭാഗത്ത് മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുക. വണ്ടി വരുമ്പോൾ കുഞ്ഞുമക്കളുടെ മേത്തേക്ക് ആ വെള്ളം ചേറുവെള്ളമാണ് തെറിച്ചു പോകുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ ഉപകരിക്കേണ്ട ഒരു കാര്യം. അത് ഇതുവരെയായിട്ടും കുറേ പേപ്പറിലൊക്കെ കൊടുക്കണം. ഇതുവരെയായിട്ടും ഒന്നും അശ്രദ്ധമായ ഒരു പരിപാടിയാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കൂടുതലുള്ളത്. പിന്നെ ഈ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ പൊതു ശൗചാലയം ഉണ്ടോ? അത് ഒരെണ്ണമുണ്ട്. അത് വളരെ മോശമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് വേണ്ട വിധത്തിലുള്ള സജ്ജീകരണങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഒന്നും ഇവിടെ നടക്കുന്നില്ല. അത് മറ്റേ തൊഴിലുറപ്പിൽ നിന്ന് ഒരു സ്ത്രീ വന്നിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ മോശമായ രീതിയിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പിന്നെ ഈ പൊതു ശ്മശാനം അതേപോലെ ഉണ്ടോ? അതൊന്നുമില്ല ഇവിടെ. അങ്ങനെ പൊതു ശ്മശാനമില്ല. പിന്നെ വേറെന്താ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്? വേറെ ഇനിയിപ്പോൾ ഇവിടെ ഗേറ്റ്, പഴയ ഗേറ്റിനായിരുന്നു. അത് ഒരു അണ്ടർഗ്രൗണ്ട് ഒരു റെയിൽപാത വരികയാണെങ്കിൽ നല്ലതാണ്. അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ഒരുപാട് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും നമുക്ക് വീണ്ടും അത് ഒന്നുകൂടി ആവർത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ.
വടക്കാഞ്ചേരിയിലെ വികസനത്തിന് വേണ്ടത് ആദ്യമായിട്ട് റോഡിൻ്റെ വികസനമാണ് വേണ്ടത്. വടക്കാഞ്ചേരി ടൗൺ അതിന് MLA നേതൃത്വത്തിലാണ് തോന്നുന്നത് അവിടെ ഒരു ബൈപ്പാസ് അത് അലോട്ട്മെൻറ്റ് കഴിഞ്ഞില്ലെന്നാണ് എൻ്റെ അറിവ്. റെയിൽവേ മേൽപ്പാലങ്ങൾ അതുകൊണ്ട് പണിതൊക്കെ റെഡിയാക്കി കഴിയുകയാണെങ്കിൽ ഇവിടുത്തെ തിരക്ക് ഒരു വിധം കുറയാൻ സാധ്യതയുണ്ട്. വൺ വേ സിസ്റ്റത്തിലൊക്കെ അപ്പോൾ പോകുമെന്നാണ് കരുതുന്നത്. പിന്നെ ഇവിടെ ഇവിടെ ഒരു പാലം പണിയുന്നുണ്ട്. ആ പാലം പണി MLA നേതൃത്വത്തിൽ തന്നെ ചെയ്യണത്. എത്രയും പെട്ടെന്ന് അത് തീർത്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കുരുക്കുകൾ ബന്ധങ്ങൾക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കേസിൽ മാത്രമല്ല പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പാലമണിയുടെ അവിടുത്തേതായിട്ടുള്ള ബ്ലോക്ക് വരണേ ബ്ലോക്ക് ഓട്ടോറയാണ്. ഇവിടുന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഓട്ടോറ എത്തണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് വേളം ഇന്ന് ഇറങ്ങിയിട്ട് വേണം പോവുക. അത് മിക്ക തോന്നുന്നു ശനിയാഴ്ച ആണെങ്കിൽ പറയും വേണ്ട. ഓട്ടോറയിലത്താണ് ഇവിടുന്ന് പോകുമ്പോൾ ഇതിന് അവിടെ എന്തോ ഭയങ്കര ബ്ലോക്കാന്ന് തോന്നും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ല, കാഴ്ചയിൽ ഒന്നുമില്ല. പക്ഷേ ഈ നിരക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് ഓട്ടോറ സ്റ്റാൻഡിൽ നിന്നുള്ള വണ്ടികളുടെ പുറത്തേക്ക് ഇറങ്ങലും സ്റ്റാൻഡിലുള്ള കയറലും ആണ് ഏറ്റവും കൂടുതൽ ഒന്ന് വരണത്. പിന്നെ ഓട്ടോറ കുന്നോളം റോഡിൽ നിന്നുള്ള വലിയ വണ്ടികൾ വരണേൻ്റെ അപ്പം അത് വരാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഗതാഗതക്കുറിക്ക് മാറിയാൽ തന്നെ വടക്കാഞ്ചേരിയുടെ ഒരു ഇത് മാറും. ഇത് ആ മാതിരി തന്നെ സൈഡിലുള്ള പാർക്കിങ് അനുചിതമായുള്ള പാർക്കിങ് രാവിലെ കൊണ്ടുവന്നിട്ട് പോണ വണ്ടികൾ ഇഷ്ടപ്രകാരം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഇവിടുന്ന് പോയി ടാക്സി വിളിച്ച് പോയിട്ട് ഒരു പാർട്ടിക്ക് കടയുടെ സൈഡിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ നടക്കില്ല. കാരണം അവിടെ നിർത്താൻ പറ്റില്ല, അവിടെയൊക്കെ ബൈക്കായിരിക്കും. അപ്പം നിങ്ങൾ ഇതിൽ പോകുമ്പോൾ മൊത്തം വീഴ്ച നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഇരിക്കുന്ന ബൈക്കുകൾ മുഴുവൻ ഇരിക്കണത് വെച്ചിട്ടുണ്ടെങ്കിൽ കടകളിലേക്കോ ഇവിടേക്ക് വരണതല്ല, തൃശ്ശൂർക്ക് പോകുന്ന ടീമുകളാണ്. അതിനുള്ള ഒരു എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടായാൽ തന്നെ വടക്കാഞ്ചേരി വികസനം എന്ന് പറയാം. അത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ വടക്കാഞ്ചേരി വികസനത്തെ കുറിച്ചിട്ട്. വടക്കാഞ്ചേരിയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് ലൈൻ ബസ് സ്റ്റാർട്ട് ചെയ്താൽ ഓരോരുത്തരും എവിടെ നിൽക്കുന്നു അവിടെ കൈ നിർത്തി ഇങ്ങനെ പോകും. അപ്പോൾ പിന്നിൽ പോകുന്ന വണ്ടികളൊക്കെ ബ്ലോക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലോക്കിന്റെ മെയിൻ ടൈം എന്ന് പറയുന്നത് കുന്നോളം ബസ്സിനൊക്കെ 7 മിനിറ്റോളം വരുന്നുണ്ടെന്ന്. അപ്പോൾ അവരാ ഇവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ 7 മിനിറ്റ് വേണ്ട ഓട്ടോറെത്താം. അതിന് വെച്ചിട്ട് അവർ ഇങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ വരുന്ന വണ്ടികൾ പിന്നെ ഇപ്പോൾ അവിടുന്ന് പോയ പഴയ കാലത്തെ മാതിരിയല്ല. ഇപ്പോൾ അതെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ബ്ലോക്കായ 1 കിലോമീറ്റർ നീളം വണ്ടി എത്തുന്നുണ്ട്. ഇനി അന്ന് വൈകിട്ട് അവിടെ നിന്ന് എങ്ങനെയായിരുന്നു ജാഥമാരെ വണ്ടി എന്നായിരുന്നു അവിടെ പോകണ്ടേ? ഓട്ടോറിക്ഷയും ബസ്സും അതിൻ്റെ ഇടയിൽ ലോറി കൂടിയായ പത്മ. ഇതിന് നമുക്ക് പറയാനുള്ളൂ ഈ ട്രാഫിക് ജാമിൻ്റെ കാര്യം. പോലീസ് പിന്നെ അവർക്ക് ഈ പ്രൈവറ്റ് വണ്ടിക്കാർക്ക് യാതൊരു ഇതും എഴുതി ഒട്ടിക്കുന്നില്ല. അവർ ഏത് കോണായിട്ട് വണ്ടി നിർത്തുക, മറ്റുള്ള വണ്ടികൾക്ക് നിർത്താനേ പറ്റില്ല. നമുക്ക് നമ്മൾ വല്ല ഓട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ടാക്സിക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കാവും ചാർജ് കിട്ടുക. അത് പരിഹാരം ഉണ്ടാവും. വടക്കാഞ്ചേരി മണ്ഡലത്തിൻ്റെ വ്യത്യസ്തമായ കാർഷിക രീതികളെ ഉൾക്കൊണ്ടുകൊണ്ട് ടൂറിസം മേഖലയെയും വ്യാവസായിക മേഖലയെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാമ്പത്തിക ഉന്നമനത്തിലൂടെ വടക്കാഞ്ചേരിയിലെ ജനങ്ങളുടെയും വടക്കാഞ്ചേരി മണ്ഡലത്തിൻ്റെയും വികസനമാണ് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി വിഭാവനം ചെയ്യുന്നത്. MLA വിഭാവനം ചെയ്യുന്നതും ജനങ്ങൾ സ്വപ്നം കാണുന്നതുമായ വികസിതമായ ഒരു വടക്കാഞ്ചേരി മണ്ഡലം ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു.